morning. Okay. Good morning. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Okay. Okay. Good morning. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നു ആ ചാപ്റ്റർ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. മറിയക്കുട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അല്ലെ? ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പ്രധാനമായിട്ടും നമുക്ക് ഒരു അഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. അതിനകത്ത് രണ്ടുപേരുടെ നമ്മൾ കണ്ടിരിക്കുന്നു. ഇതൊക്കെയായിരുന്നു. ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് ആരുടെയായിരുന്നു? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. അല്ലെ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കണ്ടത്. വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയിരുന്നോ? റെസ്പോണ്ട് ചെയ്ത് വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അത് ഒരു പോയിന്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. കാര്യം നമ്മള് ഒരു 5 പേരുടെ പഠിച്ചു കഴിയുമ്പോൾ ഏകദേശം നമുക്ക് പോയിന്റുകൾ ഒരുപോലെ ഫീൽ ചെയ്യും. ഓരോരുത്തരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഏകദേശം ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ. അപ്പോ അത് ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് 3 പേരുടെ കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഒന്ന് വന്നിട്ട് മെഡിക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പിന്നെ പേഷ്യന്റ് കൗൺസിലർ. ഈ 3 പേരുടെയും കൂടെയാണ് പിന്നീട് ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ആളുടെ റെസ്പോൺസിബിലിറ്റി നോക്കാം. അടുത്തത് ഇതാണ് ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി. ആരാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ. അപ്പൊ ഈ പോയിന്റുകൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്. എല്ലാ പോയിന്റുകളിലും ചില പോയിന്റുകൾ ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് വായിക്കാം. ദ മെഡിക്കൽ സെക്രട്ടറി will execute secretarial duties using the specific knowledge of medical terminology and hospital, clinic, laboratory procedures. Okay. Duties consist of അതായത് ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ്? അദ്ദേഹം ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അതായത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നോളജ് ഉപയോഗിച്ച് ഇതിലൊക്കെയുള്ള നോളജ് ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ ടെർമിനോളജി, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, ക്ലിനിക്ക്, ലബോറട്ടറി പ്രൊസീജിയറുകളെ പറ്റിയിട്ടുള്ള ഇതിന്റെ ആ ഒരു നോളജ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി നമ്മൾ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ പഠിക്കുന്നത് മെഡിക്കൽ സെക്രട്ടറി ആണ് കേട്ടോ. അപ്പൊ അത് നമുക്കൊരു വ്യത്യാസമുണ്ട്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെയാണ് ആര് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ചെയ്യുന്നത്. മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതലും ആരെയാണ്? മെഡിക്കൽ സെക്രട്ടറി എന്നാണ് അല്ലെ. അപ്പൊ കൂടുതലും അദ്ദേഹം ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിസിഷ്യൻസിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ കൂടെ അങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ആര് ചെയ്യുന്നത്? മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ നോളജ്, മെഡിക്കൽ ടെർമിനോളജിയിലും അതുപോലെ ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ, ലബോറട്ടറി പ്രൊസീജിയറുകളിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്പെസിഫിക് സ്കിൽസ് ആൻഡ് നോളജ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ പോയിന്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, helps with the scheduling, receiving and announcing scheduled patients and visitors. Represent
ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ് അല്ലെ, അതായത് ഫിസിഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണ് അല്ലെ, അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുക. അവരെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഫിസിഷ്യൻസ് ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻസ് രോഗികൾക്കും ഇടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. ഓക്കെ, ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാന്ന് പറയുന്നത് ഫിസിഷ്യൻസിനും പേഷ്യൻസിനും ഇടയിൽ അവർക്കൊരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് അവർക്കിടയിൽ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കും. നമ്മളൊരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ളൊരു റോളാണ് അത് അല്ലെ. അതായത് ഫിസിഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പേഷ്യൻസിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കിടയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്. പിന്നെ എന്താണ്, ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ് അല്ലെ, ഹെൽപ്സ് ദ പേഷ്യൻസ് ഫോർ എന്താണ് ഷെഡ്യൂളിംഗ് ദയർ അപ്പോയിന്റ്മെന്റ് അല്ലെ, അതായത് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സഹായിക്കുക. ഓക്കെ, പിന്നെ എന്താണ് റിസീവിങ് അല്ലെ, അതിനുശേഷം എന്താണ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള പേഷ്യൻസ് അല്ലെ, ഡോക്ടറുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പേഷ്യൻസിനെ റിസീവ് ചെയ്യുക അല്ലെ, അവരെ സ്വീകരിക്കുക. റിസീവ് എന്ന് വെച്ചാൽ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക അല്ലെ, അവരുടെ ഇനീഷ്യൽ പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അവരെ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവരെ ഗ്രീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് ആൻഡ് അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതുകൊണ്ടാണ് ഈ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്ത പേഷ്യൻസിന്റെയും വിസിറ്റേഴ്സിന്റെയും കാര്യങ്ങളൊക്കെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുക അല്ലെ, ഡോക്ടേഴ്സിനെ അറിയിക്കാം ഇത്ര രോഗികള് കൺസൾട്ടിങ്ങിന് റെഡിയാണ്, റെഡി ടു സീ അല്ലെ, അവര് കാണാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഇത്ര പേഷ്യൻസ് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങള് അവരുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് നോട്ടിഫൈ ചെയ്യും. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായ പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. റെപ്രസെന്റ് ഫിസിഷ്യൻസ് ബൈ സ്ക്രീനിങ്, ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്, റിസീവിംഗ് ആൻഡ് അനൗൺസിംഗ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് ഫിസിഷ്യൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ഫിസിഷ്യൻസിനും രോഗികൾക്കും ഇടയിൽ അതിലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാം. ഹെൽപ്സ് വിത്ത് ഷെഡ്യൂളിംഗ്, പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കാം. അവരെ റിസീവ് ചെയ്യുക അല്ലെ, അവരുടെ പേപ്പർ വർക്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ ചെക്ക് ഇൻ ചെയ്യുക അല്ലെ. ഓക്കെ, ദെൻ എന്താണ് അനൗൺസിങ് ഷെഡ്യൂൾഡ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന പേഷ്യൻസ് മറ്റുള്ള വിസിറ്റേഴ്സിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ നോട്ടിഫൈ ചെയ്യുക. ഇതൊക്കെ മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയുടെ വരുന്നതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? പോയിന്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഹെൽത്ത് ഫിസിഷ്യൻസിന്റെ ഡെയിലി വർക്ക്. ഹെൽത്ത് ഫിസിഷ്യൻസ് ഇൻ ഡെയിലി വർക്ക്, അതായത് ഡെയിലി ഉള്ള വർക്കില് ദൈനംദിന പ്രവർത്തനങ്ങളില് ആരെ ഹെൽപ്പ് ചെയ്യാം? ഫിസിഷ്യൻസിന് സഹായിക്കാം, ഡോക്ടേഴ്സിന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ സഹായിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകള് അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകള്, ഡോക്യുമെന്റ്സ്, അവരുടെ ചാർട്ടുകള് അല്ലെ, ഹെൽത്ത് ചാർട്ടുകൾക്ക് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ട്രീറ്റ്മെന്റ് പ്ലാനില് അവരെ അസിസ്റ്റ് ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറുകള്, ഇൻവെസ്റ്റിഗേഷൻസ്, അവരുടെ റിപ്പോർട്ട്സുകള് അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഫിസിഷ്യൻസിന് അവരുടെ ഡെയിലി വർക്കില് അവരെ അസിസ്റ്റ് ചെയ്യാം, അവരെ സഹായിക്കാം. അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഹെൽപ്പ് ദി ഫിസിഷ്യൻസ് ഈ ഡെയിലി വർക്ക്, ദൈനംദിന പ്രവർത്തനങ്ങളില് രോഗികളില് ആരെ സഹായിക്കുക? ഫിസിഷ്യനെ, ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്കൊരു അസിസ്റ്റ് ചെയ്ത് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുക. ഓക്കെ, അടുത്തത് എന്താണ്? കളക്ട് ദി പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്സ്. ഇതാണ് കളക്ട് പേഷ്യന്റ് ഇൻഫർമേഷൻ ആൻഡ് കീപ്സ് പേഷ്യന്റ് റെക്കോർഡ്സ് കേട്ടോ. അതുപോലെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുക അല്ലെ, ശേഖരിക്കുക. അതിനുശേഷം അവരുടെ റെക്കോർഡുകൾ അല്ലെ, പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക, അതെന്നെ കളക്ട് ചെയ്യുക കേട്ടോ. അവരുടെ റെക്കോർഡുകൾ പ്രത്യേകിച്ച് കൂടുതൽ മെഡിക്കൽ സെക്രട്ടറിക്ക് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു ഉത്തരവാദിത്വം ഒരു വ്യക്തിയാണ് കേട്ടോ മെഡിക്കൽ സെക്രട്ടറി. അപ്പൊ അതിലേക്ക് ആവശ്യമായിട്ടുള്ള രോഗിയുടെ വിവരങ്ങളൊക്കെ കളക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് രോഗികളുടെ റെക്കോർഡ്സുകൾ, മീൻസ് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്യാന്നുള്ളതും മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത പോയിന്റിലാണ്
ensure physician productivity by maintaining calendars. അതാണ് പറയുന്നത് ensure physician productivity by maintaining calendars. By maintaining calendars ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂള്, അതായത് അവരുടെ ഷെഡ്യൂള് കൂടെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് അവിടെ മെയിൻറ്റെയിനിങ് കലണ്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഫിസിഷ്യൻസിന്റെ അവൈലബിലിറ്റി കൂടെ നോക്കണം അല്ലെ. ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിയും കൂടെ നോക്കിക്കൊണ്ട് അവരുടെ ടൈമും കൂടെ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഇപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടേഴ്സിന്റെ ടൈം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യണം. ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സും എല്ലാ ദിവസവും ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ സർജറിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഡോക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെയിലി ചിലപ്പോൾ അത് കൺസൾട്ടേഷൻ കാര്യങ്ങളൊന്നും സാധിക്കില്ല. അവരുടെ അവൈലബിലിറ്റിയും കൂടെ അവിടെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യുക കേട്ടോ, അത് ഉറപ്പുവരുത്തുക. അപ്പൊ ആ രീതിയിൽ അവരുടെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് കോൺഫ്ലിക്റ്റുകളൊന്നും വരാതെ ഈ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാത്ത രീതിയിൽ അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് ഡേറ്റുകളൊക്കെ ഫിക്സ് ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എൻഷുവർ. അപ്പൊ അതിലൂടെ അവരുടെ ടൈമിനനുസരിച്ച് കൊണ്ട് ഫിസിഷ്യന്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമം ഉറപ്പുവരുത്തുക കേട്ടോ. Okay, ensure physician productivity by maintaining calendars. Okay, clear ആയാലും അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക, ടൈം ഒക്കെ ഷെഡ്യൂൾ ചെയ്യുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രൊസീജിയേഴ്സ് ഇൻഫോം by interpreting dictation, preparing medical reports and creating the summaries. ഇവിടെ വായിക്കാം procedures informed by interpreting dictation, preparing medical reports and creating summaries. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഫിസിഷ്യനെ ഡെയിലി വർക്കിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഓൾറെഡി പറഞ്ഞതാണ്. ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിസിഷ്യൻസ് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവർ പറയുന്ന അവരുടെ ഓഡിയോ ഇൻഫർമേഷൻസിന് കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്യാം, മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊരു റിട്ടേൺ ഫോമിലോട്ട് മാറ്റാം. അതായത് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുക, അത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഡിക്റ്റേറ്റ് ചെയ്യാം. അതായത് ഒരു റിട്ടേൺ ഫോമിലേക്ക് രേഖപ്പെടുത്താം. അതിനുശേഷം എന്താണ് പ്രിപ്പയറിംഗ് മെഡിക്കൽ റിപ്പോർട്ട്സ് അല്ലെ. അപ്പൊ ഈ ഡോക്ടറുടെ ഈ ഒരു എന്താ പറയാ ഇൻഫർമേഷൻസ് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, രോഗിയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാണെന്ന് വെച്ചാൽ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള എന്താണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. അതിനനുസരിച്ചുകൊണ്ട് ആൻഡ് ക്രിയേറ്റിംഗ് സമ്മറീസ്. അതിനുശേഷം എന്താണ് നമ്മൾ ഈ രോഗിയുടെ വിവരങ്ങൾ എല്ലാം കളക്ട് ചെയ്ത് രേഖപ്പെടുത്തിയിട്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ വിവരങ്ങളെ നല്ല രീതിയിൽ നമുക്കൊരു അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട്, അതായത് എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ സമ്മറൈസ് ചെയ്യാം. ഓക്കെ, വളരെ കൺസൈസ് ആയിട്ട് വളരെ ചുരുക്കി അതിലെ വിവരങ്ങൾ വളരെ ഡീറ്റെയിൽഡ് മെഡിക്കൽ റിപ്പോർട്ടുകളായിട്ട് എന്താ പറയുക ചുരുക്കമായിട്ട് ചുരുക്കി ഏറ്റവും അണ്ടർസ്റ്റാൻഡബിൾ ഈസി ഫോർമാറ്റിലൂടെ അതിലെ സമ്മറൈസ് ചെയ്യാം, മാറ്റുക കേട്ടോ. ഇതൊക്കെ ഒരു മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ. അതായത് ഡോക്ടേഴ്സ് പറയുന്ന അവരുടെ ഓഡിയോ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ലിസൺ ചെയ്തിട്ട് അതിനെ റിട്ടേൺ ഫോമിലേക്ക് രേഖാമൂലം എന്ന് പറയുന്നത് റിട്ടേൺ ഫോമിലോട്ട് മാറ്റാം. എന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. ആ മെഡിക്കൽ റിപ്പോർട്ടുകളുടെ വിവരങ്ങളെ വളരെ കൺസൈസ് ആയിട്ട് വളരെ ചുരുക്കി ഒരു ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട് സമ്മറൈസ് ചെയ്യും, ചുരുക്കുക. അപ്പൊ എന്ന് പറയുമ്പോൾ മറ്റ് ഡോക്ടേഴ്സ് ഇപ്പൊ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് രോഗികൾ ചെല്ലുമ്പോഴായാലും അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധ്യതകൾ വേണം കാര്യങ്ങൾ ചുരുക്കിയതിൽ രേഖപ്പെടുത്താം കേട്ടോ. ഇതൊക്കെ മെഡിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെയാണോ? മനസ്സിലായോ? ഇതിൽ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ അടുത്ത പോയിന്റ് ഇതാണ്. അതായത് provides a historical reference by progressing and utilizing filing and retrieval system. And provides a historical reference by progressing and utilizing filing and retrieval system. അതായത് വേറൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഷ്യന്റിന്റെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സുകളില്ലേ, പേഷ്യന്റിന്റെ ഫയലുകൾ അവരുടെ റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അതായത് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ്. പ്രോഗ്രസിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല, പേഷ്യന്റിന്റെ ഫയലുകൾ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സിന് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചതാണ് അല്ലെ. ഒരു മെഡിക്കൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ആ രോഗിയെ സംബന്ധിക്കുന്ന എല്ലാ അടിസ്ഥാനപ്പെട്ട വിവരങ്ങളും കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതാണ് പ്രോഗ്രസിംഗ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ്, കൃത്യമായിട്ട് ഫയലിംഗ് സിസ്റ്റംസുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഫയൽ ചെയ്ത് വെക്കാം. ആൻഡ് റിട്രീവൽ സിസ്റ്റം, അതായത് നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്യാൻ പാകത്തിന്, പെട്ടെന്ന് നമുക്ക് വീണ്ടെടുക്കാൻ പാകത്തിന് അതിനെ സ്റ്റോർ ചെയ്യുക. ഇതിപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് എല്ലാം സോഫ്റ്റ്വെയർ സംവിധാനങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഫയൽ ചെയ്തിട്ടും അത് റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് ഈസിയാണ്, വീണ്ടെടുക്കാനൊക്കെ നമുക്ക് ഈസിയാണ്. നിങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിക്കുന്നില്ല, എല്ലാം സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ, അതിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇപ്പൊ റെക്കോർഡ്സുകൾ, ഫയലുകളൊക്കെ എന്ത് ചെയ്ത് വെക്കുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാനൊക്കെ എളുപ്പമാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകളെ അവൈലബിൾ ആക്കുക കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ബൈ പ്രോഗ്രസിംഗ് ആൻഡ് യൂട്ടിലൈസിംഗ് ഫയലിംഗ് ആൻഡ് റിട്രീവൽ സിസ്റ്റം. അതായത് മെഡിക്കൽ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് അതിലെ വിവരങ്ങൾ ആഡ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്ത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് എളുപ്പം ഈസിലി ആക്സസിബിൾ ആവുന്ന രീതിയിൽ, ഈസിലി നമുക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ് അല്ലെ, ഭാവിയിലെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി കൊടുക്കുക. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് ഇതാണ്, സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാക്കപ്സ്. ഡാറ്റാബേസ് ബാക്കപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയേറ്റിംഗ് ദ കോപ്പീസ് ഓഫ് ഇമ്പോർട്ടന്റ് ഡാറ്റ അല്ലെ, പേഷ്യന്റിന്റെ ആ ഒരു ഇൻഫർമേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഡാറ്റകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കോപ്പി എടുത്തു വെക്കാം അല്ലെ. അതാണ് ക്രിയേറ്റിംഗ് ദ കോപ്പീസ് ഓഫ് ഇമ്പോർട്ടന്റ് ഡാറ്റാസ് ഓഫ് പേഷ്യൻസ് അല്ലെ. പേഷ്യന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ കോപ്പി ചെയ്ത് എടുത്തു വെക്കാം അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് സെക്യൂർസ് ഇൻഫർമേഷൻ ബൈ കംപ്ലീറ്റിംഗ് ഡാറ്റാബേസ് ബാലൻസ്. അതായത് ഒരു കാരണവശാലും എന്ത് സംഭവിക്കാൻ പാടില്ല, രോഗിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല അല്ലെ. ഏറ്റവും പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം, വളരെ സെക്യൂർ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്ത് വെക്കാനായിട്ട്, ഡാറ്റ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനായിട്ട് അല്ലെ. ഓക്കെ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ആ രീതിയിൽ അതിന്റെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻസ് സുരക്ഷിതമാക്കിയിട്ട് വെക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ് കേട്ടോ. അടുത്തതാണ് കീപ്സ് പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് പ്രൊട്ടക്ട് ദ ഓപ്പറേഷൻസ് ബൈ കീപ്പിംഗ് ഇൻഫർമേഷൻ സീക്രട്ട്. ആ രീതിയിൽ രോഗിയുടെ വിവരങ്ങൾ വളരെ സീക്രട്ട് ആക്കി വെച്ച്, വളരെ എന്താ പറയുക, രഹസ്യമാക്കി വെച്ചുകൊണ്ട് അവരുടെ ആത്മവിശ്വാസം അല്ലെ, അവരുടെ ആ ഒരു ആത്മവിശ്വാസം എപ്പോഴും എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. നിങ്ങൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചപ്പോൾ അതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. രോഗിയുടെ വിവരങ്ങൾ എപ്പോഴും എന്തായിരിക്കണം, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് അല്ലെ. അതായത് അവരുടെ വിവരങ്ങൾ ഒരിക്കലും പബ്ലിക്കിലേക്ക് വിടാനോ റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. ചില പെർട്ടിക്കുലർ വിവരങ്ങൾ മാത്രമേ റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിനുള്ള അധികാരം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ രോഗിയുടെ ആ കോൺഫിഡൻഷ്യാലിറ്റി, അവരുടെ സീക്രട്ട്, കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, അവിടുത്തെ പ്രവർത്തനങ്ങൾ സംരക്ഷിക്കുക. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ആത്മവിശ്വാസം നിലനിർത്തുക. ഓക്കെ, ഒരു എസ് എ മെഡിക്കൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് ദ സ്റ്റോക്ക്. എന്താണ്? മെയിൻറ്റെയിൻസ് ഓഫീസ് സപ്ലൈസ് ഇൻവെന്ററി ബൈ ചെക്കിംഗ് സ്റ്റോക്ക്. അതായത് ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓഫീസ് എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രിന്ററുകള്, അല്ലെങ്കിൽ എന്താ പറയുക ഫോട്ടോസ്റ്റാറ്റ് മെഷീൻസ്, ഫാക്സ് മെഷീൻസുകള് അല്ലെ, അതുപോലെ ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ധാരാളമായിട്ട് ഇതൊക്കെ എന്താണ്, ഓഫീസ് എക്യുപ്മെന്റ്സുകളാണ് അല്ലെ. അപ്പൊ അത് സ്റ്റോക്ക് അനുസരിച്ച് ആ സ്റ്റോക്ക് നിലവാരം പരിശോധിച്ച് കൃത്യമായിട്ട് എല്ലാ ഓഫീസ് സപ്ലൈസുകളുടെയും റിസോഴ്സുകളുടെയും ആ ഒരു സ്റ്റോക്ക് നിലനിർത്താൻ കറക്റ്റ് ആയിട്ട്
മനസ്സിലായിട്ട് പറഞ്ഞത്. ഓഫീസ് സപ്ലൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഐറ്റംസുകളുണ്ട്? ലാപ്ടോപ്സുകൾ, കമ്പ്യൂട്ടറുകൾ, പ്രിന്ററുകൾ, അല്ലെ, ഫാക്സ് മെഷീൻസുകൾ, ഇതെല്ലാം ഓഫീസ് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അതിന്റെ സ്റ്റോക്ക് ഒക്കെ നോക്കി കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക. അടുത്തത് എന്താണ്? കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതാണ് കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഓഫീസ് സപ്ലൈസിന്റെ സ്റ്റോക്ക് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്താണ് നിലനിർത്തിക്കൊണ്ട് അതിന് സപ്ലൈ ഉറപ്പ് വരുത്താന്ന് പറഞ്ഞു അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ് അവിടെ ഓഫീസിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രവർത്തനക്ഷമമാക്കി വെക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ അദ്ദേഹത്തിനുണ്ട് അല്ലെ. ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവും? അത് ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളെ വളരെ മോശമായിട്ട് ബാധിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു മെഷീൻ ഒക്കെ വർക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാല്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല, ഫാക്സ് മെഷീൻ ഒക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ അത് എഫക്ട് ചെയ്യും അല്ലെ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ഓഫീസ് എക്യുപ്മെന്റ് എപ്പോഴും ഓപ്പറേഷണൽ ആയിട്ട്, ദാറ്റ് മീൻസ് പ്രവർത്തനക്ഷമമാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക അല്ലെ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അതിനൊക്കെ കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഡിലേ വരും അല്ലെ, ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, കീപ്സ് ഓഫീസ് എക്യുപ്മെന്റ് ഓപ്പറേഷണൽ ബൈ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട്സ് by following and enforcing standards. ശ്രദ്ധിക്കാം, മെയിൻറ്റെയിൻസ് ക്വാളിറ്റി റിസൾട്ട്സ് by following and enforcing standards. അതായത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും നടപ്പിലാക്കിയിട്ടും നല്ലൊരു ക്വാളിറ്റി റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ക്വാളിറ്റി റിസൾട്ട് എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുക, ഒരു ഹൈ ക്വാളിറ്റി റിസൾട്ട് ഉണ്ടാവുന്ന രീതിയിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യുക, അതിനെ നടപ്പിലാക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ടെസ്റ്റ് റിസൾട്ട്, ക്വാളിറ്റി റിസൾട്ട് എന്ന് പറയുമ്പോൾ ലാബ് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിന്റേതായ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി കെയർ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിക്കുക, അത് നടപ്പിലാക്കുക. ഓക്കെ, ആ രീതിയിൽ എല്ലാം റെസ്പോൺസിബിലിറ്റി ആക്കേണ്ട മെഡിക്കൽ സെക്രട്ടറിക്ക് അത് നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഇതാണ്, serves and protect the healthcare community by sticking professional standard. അതാണ് serves and protect the healthcare community by sticking professional standard. അതായത് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ട് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയുടെ സെർവ് ചെയ്യാൻ, അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയാണ്. പേഷ്യൻസ് മാത്രമല്ല, അവരുടെ ഫാമിലീസ്, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഹെൽത്ത് സ്റ്റാഫുകൾ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഇത് ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിക്ക് സേവനങ്ങൾ കൊടുക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെ ബൈ സ്റ്റിക്കിംഗ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്തിയിട്ട് നമ്മുടെ പേഷ്യൻസും അവർ ഫാമിലീസും വിസിറ്റേഴ്സും അതുപോലെ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉൾപ്പെടുന്ന ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയുടെ സേവനങ്ങൾ കൊടുക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അല്ലെ. ഓക്കെ, അതാണ് ഉദ്ദേശം. നെക്സ്റ്റ് വരുന്നത് അപ്ഡേറ്റ്സ് ജോബ് നോളജ് by participating in educational opportunities like reading professional publications. അതുകൂടാതെ ഒരു മെഡിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോബ് നോളജ് അതിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. കാര്യം ഒരു ജോലിയുടെ ഭാഗമാണ്. അപ്പൊ അതിനായിട്ട് ഈ ഒരു പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ്, പ്രൊഫഷണൽ ആയിട്ട് വരുന്ന അവരുടെ ജോലി സംബന്ധമായിട്ട് വരുന്ന ചില പ്രസിദ്ധീകരണങ്ങൾ അതൊക്കെ വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിസർച്ച് പരിപാടികളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യുക, അവരുടെ സ്കില്ല്, അവരുടെ ജോബ് നോളജ് ഒക്കെ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക അല്ലെ, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ മാത്രമേ നല്ല രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും നമുക്കറിയാം ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസം എന്നോണം പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ നോളജ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു, പുതിയ ട്രീറ്റ്മെന്റുകൾ വരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ മെഡിസിൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ നോളജ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജോലിയിലുള്ള നമ്മുടെ അറിവും പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. അതിനായിട്ട് റിസർച്ച് ആക്ടിവിറ്റികൾ വരുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പുതിയ പ്രൊഫഷണൽ പബ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അങ്ങനെ അവരുടെ
ജോബ് നോളജ് സ്കില്ലൊക്കെ ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കീപ്സ് മെഡിക്കൽ റെക്കോർഡ്, ടെക്നിക്കൽ ലൈബ്രറി ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. അതായത് മെഡിക്കൽ നേരത്തെ പറഞ്ഞതാണ്, മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ടെക്നിക്കൽ ലൈബ്രറി എന്ന് പറയുന്ന ചാനൽസ്, ബുക്കുകൾ, ഓൺലൈൻ റിസോഴ്സസുകളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് കറസ്പോണ്ടൻസ് ഫയൽസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാടുകളാണ് അല്ലെ. ലെറ്റേഴ്സ് ആവാം, ഫാക്സസ് ആയിരിക്കാം അല്ലെ. അതൊക്കെ എന്താണ്? ഓരോതരം കറസ്പോണ്ടൻസ് ആണ് അല്ലെ. അതായത് ഇടപാടുകളാണ് പേഷ്യൻസ് ക്ലയൻസുമായിട്ടുള്ള കറസ്പോണ്ടൻസ് ഫയലുകളൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്താണ്? പെർഫോം ഡിഫറെന്റ് ക്ലിനിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ഫിസിഷ്യൻസ് കേട്ടോ. അതിന് ഓൾറെഡി പറഞ്ഞു, ഫിസിഷ്യൻ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ഫിസിഷ്യൻസിന്റെ ഗൈഡൻസില്, അവരുടെ മേൽനോട്ടത്തില് ഈ പറയുന്ന എന്താ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങള്, ടാസ്കുകളൊക്കെ ചെയ്യാറുള്ളത് മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇപ്പൊ എല്ലാ പോയിന്റുകളും കേൾക്കുമ്പോൾ ഇത് രസമൊന്നുമില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും പോയിന്റുകൾ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? മെഡിക്കൽ സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ പറഞ്ഞത്. അപ്പൊ കൂടുതലും പേഷ്യന്റിന്റെ റെക്കോർഡുകള്, അതുപോലെ തന്നെ ഫിസിഷ്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇതിനാണ് കേട്ടോ. ഫിസിഷ്യനെ ഡെയിലി വർക്കുകളിൽ സഹായിക്കുക, അവരുടെ ഗൈഡൻസിൽ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യുക. പിന്നെ അവരുടെ ടൈമുകൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. പിന്നെ ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന ഓഡിയോ ഇൻഫർമേഷൻസിനെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് റിട്ടേൺ ഫോമിലോട്ട് മാറ്റുക. അതിന് ബേസ് ചെയ്ത് മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, അതിനെ സമ്മറൈസ് ചെയ്യുക. അതിന് ഏറ്റവും ചുരുക്കി, അതായത് ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള മാനറിൽ ഏറ്റവും ഇത്തിരി അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റുക. ഇതൊക്കെ മെഡിക്കൽ സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ അതുപോലെ പേഷ്യൻസിന്റെ എല്ലാവിധ മെഡിക്കൽ റെക്കോർഡുകളിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ഫയൽ ചെയ്ത് വെക്കാൻ, റിട്രീവ് ചെയ്യാൻ, ഏറ്റവും ഈസി ആയിട്ട് റിട്രീവ് ചെയ്യാൻ പാകത്തിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇന്ന് കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങളുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളൊക്കെയാണ് നമുക്ക് അധികം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം രോഗികളുടെ എത്ര വേണമെങ്കിലും വിവരങ്ങളും ഫയലുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഫയലുകളിൽ എഴുതി സൂക്ഷിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പൊ പോയി, കൂടുതൽ സിസ്റ്റം കണക്റ്റഡ് ആയതുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ രോഗിയുടെ വിവരങ്ങൾ വളരെ സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് അവരുടെ ഇമ്പോർട്ടന്റ് വിവരങ്ങളൊക്കെ കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ച് തന്നെ സെക്യൂർ ചെയ്യുക. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ കോൺഫിഡൻസ് ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓഫീസ് സംബന്ധമായിട്ടുള്ള സപ്ലൈസുകൾ അല്ലെങ്കിൽ അവിടെ വേണ്ട എക്യുപ്മെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് അതിന്റെ സപ്ലൈ ഉറപ്പാക്കുക. സ്റ്റോക്ക് ഒക്കെ പരിശോധിച്ച് അതിന്റെ സപ്ലൈ ഉറപ്പാക്കുക. ഓഫീസിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഇപ്പോഴും നല്ല കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് നടപ്പിലാക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റി റിസൾട്ട് എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ക്വാളിറ്റി റിസൾട്ട് എന്ന് പറയുമ്പോൾ ലാബ് റിസൾട്ട് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹെൽത്ത് കെയർ കമ്മ്യൂണിറ്റിയെ ഇപ്പോഴും നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സെർവ് ചെയ്യുക. ഓക്കെ, പിന്നെ അവരുടേതായ ജോബ് നോളജ് സ്കില്ലൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആയിട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു കേട്ടോ. ആ പോയിന്റുകളൊന്നും നിങ്ങളൊക്കെ റീഡ് ചെയ്ത് നോക്കും. 2 മിനിറ്റ് ഒന്ന് വായിക്കും. എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ. ഓക്കെ, വായിച്ചു. ഓക്കെ, വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, എനിക്ക് എന്താണ് കുറിച്ച് പോയിന്റ് മനസ്സിലായില്ല.
പ്രൊസീജിയേഴ്സ് ഇൻഫോം ബൈ ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ. ഇന്റർപ്രറ്റിംഗ് ഡിക്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ശ്രദ്ധിക്കാം, അതിനുശേഷം അതിനെ റിട്ടേൺ ഫോമിലോട്ട് മാറ്റാം. അതായത് റിട്ടേൺ വെച്ച് എഴുതുന്ന രൂപത്തിലോട്ട് മാറ്റാണ്. ഡോക്ടേഴ്സ് പറയുന്നുണ്ടാവില്ല, പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, റിട്ടേൺ ഫോമിലോട്ട് മാറ്റും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാണ്. അതായത് ഡോക്ടർ പേഷ്യൻസിനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകൾ, ഡയഗ്നോസിസ്, അവരുടെ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ തയ്യാറാണ്. എന്നിട്ടോ അതിനെ ഏറ്റവും കൺസൈസ് ചെയ്യാം, ഏറ്റവും സമ്മറൈസ് ചെയ്യാം, ഏറ്റവും ചുരുക്ക രൂപത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ സമ്മറൈസ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ട് സമ്മറൈസ് ചെയ്യുന്നത്, ഈ ഒരു പേഷ്യന്റ് വേറൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിലും അവർക്ക് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, അവരെന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു, എന്തൊക്കെ ഡയഗ്നോസിസ് അവർ നടത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഈസി ആയിട്ട് അത് വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക, അതിന് സമ്മറൈസ് ചെയ്യും, ഒരുപാട് പരിഹരിച്ചെടുക്കാൻ സമ്മറൈസ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജോബ് സമ്മറി ഓഫ് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ 3 പ്രൊഫഷണൽസിനെ നമ്മൾ പഠിച്ചു കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ കഴിഞ്ഞിട്ടുണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി കഴിഞ്ഞു, മെഡിക്കൽ സെക്രട്ടറി കഴിഞ്ഞു. ഇവരുടെ 3 പേരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് 2 പേരുടെയും കൂടെയാണ് പഠിക്കാനുള്ളത്. ഒന്ന് വന്നിട്ട് ഔട്ട് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്, പിന്നെ വന്നിട്ട് പേഷ്യന്റ് കൗൺസിലർ. ഓക്കെ, അപ്പൊ നോക്കാം. ജോബ് സമ്മറി ഓഫ് OPD അഥവാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് കേട്ടോ, എക്സിക്യൂട്ടീവ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നേരത്തെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി പഠിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഒരു ബേസിക് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും പേഷ്യൻസുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, അവിടെ വരുന്ന ഫോൺ കോൾസിന് ആൻസർ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേസമയം OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം OPD ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മനസ്സിലായോ? OPDയിലെ സ്റ്റാഫുകളെ, പേഷ്യൻസിനെ മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും കൂടെ ഒരുപോലെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡ്യൂട്ടീസ് കുറേ കൂടെ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാല് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും സ്മൂത്ത് ആയിട്ട് വേണം ചെയ്യുന്നതില് ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. OPD executive plays an important role in supervising the operations of the outpatient department in a hospital. Okay, their responsibilities include എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്? ഫസ്റ്റ് പോയിന്റ്, മാനേജിംഗ് ദ OPD സ്റ്റാഫ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് പേഷ്യൻസിനെ സെർവ് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അല്ലെ, അവരെ മാനേജ് ചെയ്യാം. ഓക്കെ, അതേസമയം ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അദ്ദേഹം പേഷ്യൻസിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റിലോട്ട് വരുന്ന പേഷ്യൻസും അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളെ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. സോ മാനേജിംഗ് ദ OPD സ്റ്റാഫ്. രണ്ടാമത്തെ എന്താണ്? മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് കേട്ടോ. ഏകദേശം റെസ്പോൺസിബിലിറ്റി കേൾക്കുമ്പോൾ ഒരുപോലെ ഫീൽ ചെയ്യും കേട്ടോ. ഓക്കെ, മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ്, പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സുകൾ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ എന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്. സെയിം പോയിന്റ് അവിടെ വന്നിട്ടുണ്ട്, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് അത് സെയിം പോയിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെന്താണ്? കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, ധാരാളം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാർഡിയോളജി, നെഫ്രോളജി, അതുപോലെ പൾമനോളജി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അടുത്തത് എന്താണ്? എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതുപോലെ രോഗിയുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക. എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. അതാണ് മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരുന്ന റവന്യൂ, അവരുടെ വരുമാനം, അവരുടെ എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് മാനേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ വരുന്നത് ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ്
പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എട്ടാമത്തെ പോയിന്റ് ഇതാണ് എൻഷുവറിംഗ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. ഇപ്പം പറഞ്ഞ കാര്യമാണ് അല്ലെ, OPD ഏരിയ ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ വർക്ക് ഫ്ലോ ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹമാണ് അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്, 9ാമത്തെ പോയിന്റ് എന്താണ്, സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ദ ഡിഫറെന്റ് കൺസൾട്ടൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്, പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ എന്ത് വേണം, ഡിഫറെന്റ് കൺസൾട്ടൻസ് അവിടെയുള്ള മറ്റുള്ള ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ കൂടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം. അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കൃത്യമായിട്ട് ഡിഫറെന്റ് കൺസൾട്ടൻസ് മറ്റുള്ള എന്താ പറയാ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സുകൾ കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെന്താണ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ അവരുടെ ജോലി സാഹചര്യങ്ങളുണ്ട് പരിശോധിക്കുക. നല്ല അവരുടെ ജോലി സാഹചര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന ചുറ്റുപാടിലൊക്കെ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ അവരുടെ ജോലി സാഹചര്യങ്ങൾ കറക്റ്റായിട്ട് പരിശോധിക്കുക. അടുത്തത് ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. എന്താണ് ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ കളക്ട് ചെയ്യുക കേട്ടോ, ശേഖരിക്കുക. അതായത് രോഗികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഫോംസുകൾ കറക്റ്റ് ആയിട്ട് ശേഖരിച്ച് സ്ക്രൂട്ടിനൈസിങ് ചെയ്യാന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന നടത്തുക കേട്ടോ. എന്ന് വെച്ചാൽ രോഗികളിൽ നിന്നും കറക്റ്റ് ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. സോ ഗ്യാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിങ് ഫീഡ്ബാക്ക് ഫോം. 12ാമത്തെ പോയിന്റിലാണ് ഡീലിംഗ് വിത്ത് ദ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട് വരുന്ന പല കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസുകൾ, പ്രശ്നങ്ങൾ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുക. അതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ മാനേജറിന് റിപ്പോർട്ട് കൊടുക്കുക കേട്ടോ. മാനേജറിന് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുക. അടുത്തത് എന്താണ്, ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതോടൊപ്പം തന്നെ അവിടെ വരുന്ന പേഷ്യൻസിനെയും മറ്റു വിസിറ്റേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുക, അല്ലെ, അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, അടുത്തത് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അങ്ങനെ വരുന്ന ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്ന രോഗികളെ അവരെ ശരിയായ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടുക. അവരെ കാണാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടേഴ്സ് ആരാണ് അല്ലെങ്കിൽ അവർ കാണാൻ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് വെച്ചാൽ അവിടേക്ക് അവര് ഡയറക്റ്റ് ചെയ്ത് വിടുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. 15ാമത്തെ പോയിന്റ് രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്. കേട്ടോ, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിലേക്ക് രജിസ്റ്ററിങ്ങും മറ്റുമൊക്കെ ചെയ്യാം, അതിനുവേണ്ടി അവരെ സഹായിക്കാം. പിന്നെ എന്താണ് 16ാമത്തെ പോയിന്റ് ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. കേട്ടോ, അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ മെഡിക്കൽ സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ ജോബ് നോളജ് അല്ല അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടികളിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നതുപോലെ തന്നെ ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവും അദ്ദേഹത്തിന്റെ തൊഴിൽപരമായിട്ടുള്ള ആ ഒരു നോളജ് സ്കില്ലും മറ്റുമൊക്കെ എന്താണ് ഡെവലപ്പ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള മീറ്റിംഗ്സുകള് ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. എല്ലാവിധ ആരോഗ്യ സുരക്ഷാ നടപടിക്രമങ്ങളും അവിടെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹമാണ് ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവാണ്. ഓക്കെ, അടുത്തത് ഏതാണ് 17ാമത്തെ പോയിന്റ് ഫർദർ മോർ the OPD executive is accountable for checking that everything in the OPD area is in the correct place and ensuring that there are no items left over by the previous shift receptionist. അതായത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളില്ലേ അതൊക്കെ തന്നെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതായത് ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാല് നമ്മുടെ OPD ഏരിയ ഉണ്ടല്ലോ, അവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എവരിത്തിങ് ഇസ് ഓക്കെ, ഇന്ന് OPD ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അത് മാത്രമല്ല
ensuring that there are no items left over by the previous shift receptionist. അതായത് ഒ പി ഡി ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ ഷിഫ്റ്റിലൊക്കെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഓരോ സ്റ്റാഫുകളും അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസുകളൊന്നും പെൻഡിങ് വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റാഫുകൾ ഒരു ഷിഫ്റ്റിന് കയറുന്ന സമയത്ത് അവർക്കായിട്ട് ഓരോ ഡ്യൂട്ടികൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഡ്യൂട്ടികളെല്ലാം തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും തന്നെ പെൻഡിങ് വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ആ രീതിയിൽ ഒ പി ഡിയിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓക്കെ ആണ് എന്ന് എന്താ പറയുക ഒക്കെ ആക്കുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഒ പി ഡി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? 18ാമത്തെ പോയിന്റ് ഇതാണ്. They direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. ശ്രദ്ധിക്കുക, they direct the patients to the payment counter to make their case paper, ensuring a smooth and efficient process. അതോടൊപ്പം തന്നെ പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എന്താ പറയാ പേപ്പറും മറ്റും സെറ്റ് ചെയ്യാൻ, അവരുടെ ബില്ലുകൾ സെറ്റ് ചെയ്യാനും, അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പേപ്പറുകൾ മറ്റൊക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ പേയ്മെന്റ് കൗണ്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്യുക. എൻഷുറിംഗ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ്. അങ്ങനെ ആ രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. ഓക്കെ, 19ാമത്തെ പോയിന്റ് എന്ന് പറയുന്നില്ല, പറയുന്ന കാര്യത്തിലുള്ള ഓവറോൾ OPD executive is necessary for ensuring that outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. ശരിക്കും പറഞ്ഞാൽ ഒരു OPD നേരത്തെ പറഞ്ഞു തന്നെയാണ് OPD ഡിപ്പാർട്ട്മെന്റ് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരു ഹൈ ക്വാളിറ്റി കെയർ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പറയുന്ന മാനേജിംഗ് കോസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ റെഗുലേറ്ററി കംപ്ലൈൻസ് എല്ലാവിധ സുരക്ഷാ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കോസ്റ്റ് അല്ലെ ഈ പറയുന്ന കോസ്റ്റ് ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു OPDയിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് OPD എക്സിക്യൂട്ടീവ്. ഓക്കെ, ക്ലിയർ ആയ പോയിന്റുകള് മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ ആ പോയിന്റുകൾ. ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയൂ കേട്ടോ. വായിച്ചു നോക്കിയോ? ക്ലിയർ ആയോ പോയിന്റുകള്? മനസ്സിലായോ? ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ ആണ് കേട്ടോ. പേഷ്യന്റ് ആദ്യത്തെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷണൽ ആണ് കേട്ടോ. 4 പേരുടെ പഠിച്ചുകൂട്ടാ നമ്മള്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. നമുക്ക് ഒരാളെ പഠിക്കുന്നുണ്ട് കേട്ടോ. പറയുന്നത് പേഷ്യന്റ് കൗൺസിലർ ആണ്. പേഷ്യന്റ് കൗൺസിലർ ആ പേര് കേൾക്കുമ്പോ തന്നെ ആ പേരിങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. പേഷ്യന്റുമായിട്ട് കൂടുതൽ പേഷ്യന്റുമായിട്ട് കൂടുതൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇല്ല, പേഷ്യന്റ് കൗൺസിലറാണ്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കാം. A patient counselor, also known as a patient advocate or a patient dissolve. Okay, that's the lens in the cat. Are you confident?
അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? പേഷ്യന്റ് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ എന്ത് പറയാം, പേഷ്യന്റ് ലിസോൺ. ലിസോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ലിസോൺ അല്ല, ലേസൺ ആണ് കേട്ടോ. ലേസൺ ലേസൺ മീൻസ് ബന്ധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് പേഷ്യന്റുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ അഡ്വക്കേറ്റ് അല്ലെ, പേഷ്യന്റിന് വേണ്ടി വാദിക്കുന്ന വ്യക്തിയാണ് അല്ലെ, പേഷ്യന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആ രണ്ട് പേരുകൾ ഓർത്ത് വെക്കാം. പേഷ്യന്റ് കൗൺസിലർ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ്, പേഷ്യന്റ് ലിസോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ വ്യക്തി തന്നെയാണ് കേട്ടോ. ഓക്കെ, he is a healthcare professional who works keenly with the patients and their families. ലിസൺ എന്ന് പറഞ്ഞാൽ ബന്ധം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബന്ധം, റിലേഷൻ എന്നുള്ള അർത്ഥമാണ്. He is a healthcare professional who works keenly with the patients and their families to extend emotional support, education and advocacy. ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്നാണ് അവിടെ പറഞ്ഞത്. അതാണ് ഹിസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അദ്ദേഹം ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? പേഷ്യൻസ് ആയിട്ടും അവരുടെ ഫാമിലി മെമ്പേഴ്സും ആയിട്ടും കുറെ കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനും വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രോഗത്തെ പറ്റിയിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കാനും, അതുപോലെ തന്നെ അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതായത് അവരുടെ നീഡ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങൾ അല്ലെ, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി. അതാണ് അഡ്വക്കേസി എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങള്, അവരുടെ അവകാശങ്ങള്, അവരുടെ സംതൃപ്തി, അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അഡ്വക്കസി. അങ്ങനെയുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് ആര്? പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. ഓക്കെ, the job description of a patient counselor normally includes the following responsibilities. കേട്ടോ, അപ്പോ ഇദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാന്ന് നോക്കാം. 7 പോയിന്റുകളുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രമേ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞില്ലേ, അതേ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് കേട്ടോ, അതായത് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കുക അല്ലെ. നമുക്കറിയാം ഇപ്പൊ രോഗാവസ്ഥ എന്ന് പറയുമ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. നമ്മൾ ശാരീരികമായിട്ട് മാത്രമല്ല വീക്കാവുന്നത്, മാനസികമായിട്ട് നമുക്കൊരു തളർച്ച വരുന്ന സമയമാണ്, പ്രത്യേകിച്ച് നമുക്ക് രോഗം വരുന്ന അവസ്ഥ അല്ലെ. അപ്പൊ അതല്ലാതെ പല പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ അലട്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ രോഗാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ളൊരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ for providing emotional support to the patients and their families, hearing their concerns and helping them deal with their diagnosis or illness. അറിയാലോ, അതിന് സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഹിയറിംഗ് ദയർ കൺസേൺസ്, അവരുടെ ആശങ്കകള്, രോഗത്തെ പറ്റിയിട്ടും ചികിത്സയെ പറ്റിയിട്ടൊക്കെയുള്ള അവരുടെ ആശങ്കകള് അത് കൃത്യമായിട്ട് കേൾക്കുക. അതുപോലെ അവരുടെ ഈ പറയുന്ന രോഗനിർണയത്തിനാണെങ്കിലും ചികിത്സ, രോഗത്തെ നേരിടുന്നതിനൊക്കെയുള്ള അവർക്ക് നേരിടാനുള്ള അവർക്കൊരു പിന്തുണയും മറ്റും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ആ രീതിയിൽ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് കേട്ടോ, ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് and their families about their diagnosis, treatment options and other types of their care. അല്ലെ, പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അവർക്ക് ആവശ്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കാം. എഡ്യൂക്കേറ്റ് എന്ന് വെച്ചാൽ അവർ അവയർനെസ് കൊടുക്കുക ഇതിനെ പറ്റി, ഡയഗ്നോസിസ്, അവരുടെ രോഗനിർണയത്തിനെ പറ്റി, അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് പ്ലാനുകളാണ് അവർക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദെയർ കെയർ അല്ലെ, ഓരോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ടാകും അല്ലെ. ഓരോ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായ ചില കോൺസിക്വൻസസ്, സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അതിനുള്ളൊരു അവയർനെസ് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് അതുമായിട്ട് സഹകരിച്ച് രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവരുടെ രോഗം എന്താണെന്നും അവരുടെ രോഗാവസ്ഥ എന്താണെന്നും അവർക്ക് തയ്യാറാക്കിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ എന്താണെന്നും അതുപോലെ അതിൽ നിന്ന് വരാവുന്ന ചില പൊട്ടൻഷ്യൽ റിസ്കുകൾ, ബെനിഫിറ്റുകൾ ആയിക്കോട്ടെ, റിസ്കുകൾ ആയിക്കോട്ടെ, എല്ലാത്തിനെയും പറ്റിയും അവർക്ക് എന്ത് കൊടുത്തിരിക്കണം, അവയർനെസ് കൊടുത്തിരിക്കണം. അതിനുള്ള പേഷ്യന്റ് കൗൺസിലർ. അതാണ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. രണ്ടാമത്തെ പോയിന്റ്.
മൂന്നാമത്തെ പോയിന്റ് എന്താണ്? അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. എന്താണ് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The patient officer is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. എന്ന് പറഞ്ഞില്ല അഡ്വക്കേസി. അതന്നെ പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ റൈറ്റ്സ്, അവരുടെ അവകാശങ്ങള് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്ക് എന്ത് കൊടുക്കാം? അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കാം. കാരണം ഉദ്ദേശിക്കുന്നത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് കേട്ടോ. ഓക്കെ, അടുത്തിട്ട് എന്താണ്? നാലാമത്തെ പോയിന്റ് പ്രൊവൈഡിങ് റിസോഴ്സസ്. അതായത് ഒരു രോഗിക്ക് അവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ റിസോഴ്സുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. റിസോഴ്സിന്റെ സെൻസ് എന്താണ്? കൂടുതൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു രോഗിക്ക് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വരും, അല്ലെ? സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കാം. ആ ഒരു രീതിയിലുള്ള റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡിങ് റിസോഴ്സസ്. വായിക്കാൻ നമുക്ക് the patient counselor is accountable for providing patients and their families with the resources and information about the support groups, financial assistance and other services that may be available to them. അല്ലെ? ഇപ്പൊ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന ആളുകള്, അല്ലെങ്കിൽ എമർജൻസി സർജറികൾ, വലിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സർജറികളൊക്കെ നിർദ്ദേശിക്കപ്പെടുന്ന രോഗികൾ ഉണ്ടാവും. അപ്പൊ ചില രോഗികൾക്ക്, ചില ആളുകൾക്ക് അതൊന്നും അഫോർഡ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അവർക്കൊക്കെ ആയിട്ട് വേണ്ട ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ധനസമാഹരണത്തിനായിട്ടുള്ള ഗ്രൂപ്പുകളെ പറ്റിയുള്ള വിവരങ്ങൾ അവർക്ക് കൊടുക്കുക, അല്ലെ? അങ്ങനെയുള്ള സേവനങ്ങൾ, ആ രീതിയിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകളാണ് കൂടുതൽ അവർ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ ഗ്രൂപ്പുകളിൽ മറ്റും എന്താ പറയാ, അസുഖത്തിന് വേണ്ടിയിട്ട്, രോഗത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊക്കെ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ വരാറുണ്ട്. ചില സന്നദ്ധ സേവന സംഘടനകളൊക്കെ ഉണ്ടായിരിക്കും. അവരൊക്കെ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാ, ധനസഹായത്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളായിട്ടൊക്കെ അവരെ അവരെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ആക്സസ് ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊവൈഡിങ് റിസോഴ്സസ്. ഓക്കെ, എന്താണ് അഞ്ചാമത്തെ? കോർഡിനേറ്റിംഗ് കെയർ, അല്ലെ? പരിചരണങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ? ഒരു പേഷ്യന്റിന്റെ പരിചരണത്തിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തണം, അല്ലെ? അതിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള പരിചരണങ്ങളെ ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാം. അതായത് the patient counselor is accountable for organizing care between healthcare providers and ensuring that the patients receive the essential services and treatment. Okay, അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനിടയിലുള്ള രോഗിക്കായിട്ട് അവർ കൊടുക്കുന്ന ആ ഒരു കെയർ, ആ ഒരു ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങൾ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ? അതിലൂടെ എന്താണ്? പേഷ്യൻസിന് ശരിയായുള്ള സേവനങ്ങൾ, ട്രീറ്റ്മെന്റുകൾ അവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക, അല്ലെ? അത് പേഷ്യന്റ് കൗൺസിലറുടെ ഉത്തരവാദിത്തങ്ങളാണ് കേട്ടോ, കോർഡിനേറ്റിംഗ് കെയർ. പിന്നെന്താണ്? ആറാമത്തെ പോയിന്റ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ patient counselor is accountable for developing care plans for patients, which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അതായത് പേഷ്യൻസിനായിട്ടൊരു ഹെൽത്ത് കെയർ പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. അപ്പൊ അതിനായിട്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ റിക്വയർമെന്റ്സുകൾ മനസ്സിലാക്കുക, അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്കായിട്ടൊരു കെയർ പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് അത് എന്ത് ചെയ്യണം? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് കൂടെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വേണം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കെയർ പ്ലാനുകൾ തയ്യാറാക്കുക. ഏഴാമത്തെ പോയിന്റ് എന്താണ്? മോണിറ്ററിംഗ് പ്രോഗ്രസ് കേട്ടോ. മോണിറ്ററിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാല് the patient counselor is accountable for monitoring patients' progress, evaluating their needs and making adjustments to their care plan as necessary. അതായത് ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്? പേഷ്യൻസിന്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, അല്ലെ? പേഷ്യന്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് കൃത്യമായിട്ട് നിരീക്ഷിച്ച് അവരുടെ ആവശ്യങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തി, അതുപോലെ തന്നെ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ടു ദെയർ കെയർ പ്ലാൻ ആസ് നെസസറി. ആവശ്യത്തിനനുസരിച്ച് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനിന്റെ വേണ്ട അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തയ്യാറാക്കി അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ട് അവരുടെ പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക. അപ്പൊ ഈ പോയിന്റുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം തന്നെ പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടാണ്, പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഈ കൊടുക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഈ പോയിന്റുകൾ നിങ്ങൾക്ക് മാറിപ്പോകില്ല കേട്ടോ. കൂടുതൽ എന്താണ്, എല്ലാം പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റുകളാണ്, പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള പോയിന്റുകളാണ്. പ്രൊവൈഡിംഗ് ഇമോഷണൽ സപ്പോർട്ട്, educating patients and families, advocating for patients, providing resources for patients, coordinating care for patients, developing care plans for patients and monitoring progress. അല്ലെ, എല്ലാം എന്താണ്, പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. Overall, the role of a patient counselor is to extend the support and advocacy for patients and their families, helping them navigate the healthcare system and making sure that they receive the high quality care. ഈ പറഞ്ഞ സെയിം പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. അവർക്ക് ഏറ്റവും ഹൈ ക്വാളിറ്റി കെയർ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. Strong communication skills, empathy and a deep understanding of healthcare systems and services are necessary for a success in this role. അപ്പൊ ഇങ്ങനെ ഒരു റോള് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്ന റോള് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് വേണം, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം, അതായത് ഒരു സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കണം കേട്ടോ. അതായത് നമ്മളിപ്പോ രോഗികളെ അവരുടെ അവസ്ഥ കാണുമ്പോൾ നമ്മള് എന്താ പറയാ, വളരെ ധൈര്യോടുകൂടി അവരോട് പെരുമാറണം. അവരുടെ അവസ്ഥ നമുക്കാണ് വന്നിരുന്നതെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് പെരുമാറണം, അതാണ് എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്നത്. സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറാൻ ആർക്കും സാധിക്കും, അതായത് അസുഖത്തിന് നമുക്കൊരു സിമ്പതി തോന്നും. എംപതി എന്ന് പറഞ്ഞാല് അതേ അവസ്ഥ നമ്മൾക്കാണ് വന്നതെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയെ, അത് കുറെ കൂടെ എംപതറ്റിക്, ആ രീതിയിൽ എംപതറ്റിക് ആയിട്ട് പ്രവർത്തിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്ത് കെയർ സംവിധാനങ്ങളെ പറ്റിയിട്ട് അറിവുകൾ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാനും പേഷ്യന്റിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? മൈൻഡ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. പിന്നെ നിഷാന പറഞ്ഞല്ലോ, നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ എക്സാം ആണ് പറഞ്ഞല്ലോ, മിസ് പറഞ്ഞിട്ടുണ്ടാവും. 3rd ഉം 4th പറഞ്ഞിരുന്നില്ലേ മിസ്? അപ്പൊ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതോട് കൂടിയിട്ട് എനിക്ക് അസൈൻ ചെയ്തിരുന്ന ചാപ്റ്റേഴ്സ് തീരും. പക്ഷെ എക്സാമിന് എന്തായാലും ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തുന്നില്ല, ആ രീതിയിലായിരിക്കും കേട്ടോ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.